ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജ്ഞാനയോഗം എന്ന് പറയുന്ന ആ തീമിൽ വരുന്ന കുറച്ച് ശ്ലോകങ്ങൾ, ജ്ഞാനയോഗം സെക്ഷനിൽ നിന്നായിക്കൊള്ളുന്നില്ല. ഭഗവാൻ ഭഗവത്ഗീതയിൽ 3 പ്രധാനപ്പെട്ട 4 യോഗങ്ങളെക്കുറിച്ച് പറയുന്നു. ജ്ഞാനയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. അപ്പോൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇതെല്ലാം ഓരോ സെക്ഷനായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ കർമ്മയോഗവും പിന്നെ ധ്യാനയോഗവും വരുന്നു. നടുക്കുള്ള 6 അധ്യായങ്ങളിൽ ഭക്തിയോഗം വരുന്നു. അവസാനത്തെ 6 അധ്യായങ്ങളിൽ ജ്ഞാനയോഗം വരുന്നു. എന്നാലും ചില കാര്യങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അതായത് ത്രൂ ഔട്ട് ഭഗവത്ഗീതയിൽ സ്പെസിഫിക്കായിട്ട് സെക്ഷൻ ഉണ്ടെങ്കിൽ പോലും പല ശ്ലോകങ്ങളും അവിടെയും വേറെ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ശ്ലോകം ഏതായിരുന്നു? മതഃ പരതരം ജ്ഞാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രമണിഗണൈവ, അല്ലേ? 7 ആക്ച്വലി അത് വരുന്നത് ഭക്തിയോഗത്തിലാണ്. എന്നാൽ ജ്ഞാനയോഗത്തിൻ്റെ ഒരു കാറ്റഗറിയിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭഗവാൻ ആരാണ് എന്നുള്ളത്, ഭഗവാന്റെ പൊസിഷൻ മനസ്സിലാക്കുന്നതും അതേപോലെ ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ മനസ്സിലാക്കുന്നതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭഗവാന്റെ പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ലീലകളാവട്ടെ, നമ്മൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങളാവട്ടെ, അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നില്ല. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഗീതയ്ക്ക് എന്താണ് പ്രസക്തിയുള്ളത്, അല്ലേ? ഭഗവാൻ നേരിട്ട് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു സത്യം, അതുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. പല സ്ഥലങ്ങളിലും അദ്ദേഹം പറയുന്നു, ഞാൻ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഞാനാണ് ഭഗവാൻ, ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ഭഗവത്ഗീതയിൽ ഉടനീളം പല സ്ഥലങ്ങളായിട്ട് പറയുന്നു. കാരണം ആ ഒരു ജ്ഞാനം, ആ ഒരു അറിവ് നമ്മുടെ ഹൃദയത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഈ കാലത്ത് ആളുകൾ സ്വന്തം, നമ്മളെല്ലാവരും വലിയ ആളുകളാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് വേറൊരാൾ വലുതാണെന്ന് പറയുമ്പോൾ അത് നമുക്കങ്ങനെ അത്ര അധികം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്നാൽ ഭഗവാനെക്കുറിച്ച്, ഭഗവാൻ വലിയ ആളാണെന്ന് മനസ്സിലാക്കുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ജന്മകർമ്മച്ചമേ ദിവ്യം, ഞാനും എൻ്റെ കർമ്മങ്ങളും എൻ്റെ ജന്മവും ഒക്കെ ദിവ്യമാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തി വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ടി വരില്ല എന്നുള്ളത്. അപ്പോൾ ഈ ജ്ഞാനം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന കാര്യം, പഠിക്കുന്ന കാര്യങ്ങൾ, ഈവൻ ലീലകളാവട്ടെ, സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന ലീല പോലെ നമുക്ക് തോന്നും. ഭഗവാന്റെ പൊസിഷൻ മനസ്സിലാക്കിയില്ലെങ്കിൽ. ഭഗവാൻ ഒരുപാട് ലീലകൾ ചെയ്യുന്നുണ്ട്, അല്ലേ? അദ്ദേഹത്തിൻ്റെ കൗമാരപ്രായത്തിൽ മുതൽ അത് പിന്നീട് യൗവനാവസ്ഥയിൽ വരുന്ന ലീലകൾ നോക്കിയാലും ഒരുപാട് ലീലകളുണ്ട്. ഇതെല്ലാം തത്വത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ആരാണെന്ന് അറിയണം. അദ്ദേഹം ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അതിനെയെല്ലാം വേറെ രീതിയിൽ വളച്ചൊടിക്കും. മാത്രമല്ല നമ്മളെപ്പോലെ അത് കമ്പയർ ചെയ്യും. നമ്മളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് വലിയൊരു അപരാധമായി മാറുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തത്വങ്ങൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഭഗവാൻ ശ്ലോകത്തിൽ പറഞ്ഞു, 7:7 എന്താണ് പറഞ്ഞത്? മതഃ പരതരം ജ്ഞാന്യത്, അദ്ദേഹം പറയുന്നു എല്ലാത്തിൻ്റെയും അസ്തിത്വം ഞാനാണ്, എല്ലാം എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. എങ്ങനെയാണോ ആ നൂലിൽ മുത്തുമണികൾ, മറ്റേ നെക്ലസിൽ മുത്തുമണികൾ ഒരുമിച്ചെല്ലാം കൂടെ നിൽക്കാനുള്ള കാരണം അകത്തുള്ള നൂലാണ്. ആ നൂല് ഇല്ലെങ്കിൽ മാലയും അതിനെ മാല എന്ന് വിളിക്കാൻ പോലും പറ്റില്ല, അല്ലേ? ഇപ്പോൾ പ്രസക്തിയില്ല. ഇപ്പോൾ നൂലാണ് അതിലെ മെയിൻ സംഭവം. അതേപോലെയാണ് ഭഗവാൻ പറയുന്നു, എല്ലാത്തിൻ്റെയും അസ്തിത്വം ഞാനാണ്, എല്ലാം എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഇതാണ് പരമമായിട്ടുള്ള സത്യം എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഭഗവാൻ ഈ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അതേപോലെ തന്നെ പല വ്യക്തികളും
അത് മനസ്സിലാക്കിയിട്ടുമുണ്ട്, പല ഭക്തരും മനസ്സിലാക്കിയിട്ടുമുണ്ട്. സാധാരണ ആളുകൾ ചിലപ്പോൾ ചിന്തിക്കും, അതായത് ഈ നിരീശ്വരവാദികളൊക്കെ, ഇപ്പോൾ നമ്മുടെ ഹിരണ്യകശിപുവിനെ പോലുള്ളൊരാൾ, ഹിരണ്യകശിപു അദ്ദേഹം ഭഗവാനെ അനുകൂലമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നില്ല അല്ലേ. അദ്ദേഹം ചലഞ്ച് ചെയ്യായിരുന്നു പ്രഹ്ലാദിനെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നു, നീ പറയുന്ന ഈ ഭഗവാൻ എവിടെയാണുള്ളത്, അങ്ങനെയാണ് ചോദിച്ചത്. ഇതേപോലെ പല ആളുകളും ചലഞ്ച് ചെയ്യും, ഭഗവാൻ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ മുമ്പിൽ അദ്ദേഹം വരണം, എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ചലഞ്ച് ചെയ്യുന്ന പല ആളുകളുമുണ്ട്. പക്ഷേ ഇതൊന്നും അനുസരിക്കേണ്ടതായിട്ടുള്ള ഒരു ജോലി ഭഗവാനില്ല. കാര്യം പല ആളുകളും, നിരീശ്വരവാദികളും അങ്ങനെയുള്ള ആളുകളും ഇതെല്ലാം ചലഞ്ച് ചെയ്യുന്നു. ഇത് ഭഗവാന് വേറെ കാര്യമൊന്നുമില്ലേ അല്ല, ഇവർ പറയുന്നത് കേട്ട് അവർ പറയുന്നത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പൊസിഷനെ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം അതാണ്. നമ്മൾ നല്ല ആളാണെന്ന് കാണിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് കാണിക്കുവാനോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും അല്ലേ. നിലനിൽക്കാൻ വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ജസ്റ്റിഫൈ ചെയ്യും, അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആക്ച്വലി ഭഗവാന് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എല്ലാവർക്കും അറിയാം. പിന്നെ അറിവില്ലാത്ത കുറച്ച് ആൾക്കാർ പറയും, അത് ഭഗവാനെ സംബന്ധിച്ച് അത് അവർ എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ബുദ്ധിയുള്ളവർ ഭഗവത്ഗീത മനസ്സിലാക്കുന്നു. ഭഗവത്ഗീത എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്, ഭക്തർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ആക്ച്വലി ഭക്തരല്ലാത്തവരെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നൊരു സംഭവമാണ് ഭഗവത്ഗീത അല്ലേ. അപ്പോൾ ഭഗവത്ഗീത എല്ലാവർക്കും വേണ്ടി പറയുന്നു, പക്ഷെ അത് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ചിലവർ അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നു എന്താണോ മെസ്സേജ്, ആ മെസ്സേജ് ശരിക്കും കിട്ടില്ല. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നു ഭഗവാന്റെ പൊസിഷൻ, ഞാൻ ആരാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം അഭക്തരെ മാറ്റിവെക്കും, ഭക്തരല്ലാത്തവരുടെ കാര്യം മാറ്റിവെക്കുക. അവർക്ക് എന്തായാലും ഇത് റിയലൈസ് ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് റിയലൈസ്, ഈവൻ തിയറിറ്റിക്കലി പറഞ്ഞാലും കേട്ടാലും അവർക്കത് വിശ്വാസമാവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുപ്രീമസി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ ചിലപ്പോൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റൻസ് ഓർമ്മ വരുന്നുണ്ടോ ശാസ്ത്രങ്ങളിൽ വെച്ചിട്ട്? ഇപ്പോൾ കൃഷ്ണൻ്റെ ഭഗവാന്റെ ലീലകളിൽ എപ്പോഴെങ്കിലും ഭഗവാന്റെ ഭക്തർ അദ്ദേഹം ഭഗവാനാണ് എന്ന് അത് തോന്നുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറയാം. കാളിയമർദ്ദനത്തിൽ എന്ത് തോന്നുന്നു? പിതാവായ നന്ദഗോപുരെ വരുണൻ പിടിച്ചുകൊണ്ട് പോയപ്പോ രക്ഷിച്ചുകൊണ്ട് വന്നപ്പോ. ഓക്കെ, ഓരോരുത്തരായിട്ട്. കാളിയമർദ്ദനത്തിലെ വൃന്ദാവനത്തിലെ ലീലകൾ മിക്കവാറും അല്ലേ, അതുപോലെ കുറേ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ എല്ലാത്തിലും അദ്ദേഹം ഭഗവാനാണ് എന്നുള്ളൊരു ഫീലിങ്സ് അങ്ങനെ ആർക്കും വരാറില്ല. പെട്ടെന്ന് വന്ന സമയത്ത് തന്നെ പോവുകയും ചെയ്യാറുണ്ട് അല്ലേ. ഭഗവാൻ മണ്ണുവാരിക്കുന്നപ്പോ യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത് അത് നല്ലൊരു ഉദാഹരണമാണ്. കാരണം കാളിയൻ്റെ ലീലകളിൽ അദ്ദേഹം ഭഗവാനാണ് എന്നുള്ളത് അത്ഭുതമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു. കാളിയനെ പോലുള്ളൊരു വലിയൊരു അസുരനെ അദ്ദേഹം നിഗ്രഹിക്കുന്നു, കൊല്ലുന്നില്ല, പക്ഷേ അദ്ദേഹത്തിനെ കീഴടക്കുന്നു. എന്നാലും അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സുപ്രീമസി അദ്ദേഹം കാണിക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു, അതായത് ഭഗവാൻ എന്നുള്ള രീതിയിൽ കാണിക്കുന്നില്ല അല്ലേ. നേരെ മറിച്ച് ഇപ്പോൾ വരുണൻ നന്ദമഹാരാജാവിനെ കൊണ്ടുവന്ന സമയത്ത് ശരിയാണ്, നന്ദമഹാരാജൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് വരും, എൻ്റെ മകൻ കേമനാണല്ലോ, ആർക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യം അദ്ദേഹം ചെയ്തു. വരുണ ലോകത്ത് പോയി നന്ദമഹാരാജനെ തിരിച്ചു കൊണ്ടുവരുന്നു അല്ലേ. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ശരിയാണ്, അദ്ദേഹവും ശരിക്കും വിചാരിക്കുന്നു എൻ്റെ മകൻ സാധാരണ വ്യക്തിയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും മുഴുവനായിട്ടൊരു ക്ലാരിറ്റി ഇല്ല.
അദ്ദേഹം ഇടയ്ക്ക് ചിന്തിക്കുന്നു, ഇനി ദേവതമാരാരെങ്കിലും ആണോ അവതാരമെടുത്ത് വന്നിട്ടുള്ളത്, ഏതെങ്കിലും ദേവതമാരാണോ എൻ്റെ മകനായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള ചിന്ത. ഈവൻ ഗോവർദ്ധന ലീല നടക്കുന്ന സമയത്തും ഗോവർദ്ധന ലീല കഴിയുമ്പോഴും അവരും ചിന്തിക്കുന്നത് അങ്ങനെ. നന്ദമഹാരാജവും മറ്റുള്ളവരും തമ്മിലുള്ള ചർച്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഇത് ശരിക്കും ഭഗവാൻ ആണ്, വിഷ്ണു ആണെന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ട് തോന്നുന്നില്ല. ഓക്കെ, വിഷ്ണുവിൻ്റെ അംശമായിട്ട്, പിന്നെ നന്ദമഹാരാജ് അവസാനം പറയുന്നുണ്ട്, വിഷ്ണുവിൻ്റെ ആയിട്ട് വന്നതാണോ ഇനി എൻ്റെ മകൻ എന്നറിയില്ല. എന്നാലും വിഷ്ണുവിൻ്റെ അംശമായിട്ട് വന്നു എന്നുള്ളതൊരു സംശയം അവർക്കുണ്ട്. കാര്യം അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാരണം. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ ഗോവർദ്ധന പർവ്വതം എടുക്കുന്നത്? നരസിംഹാവതാരം പ്രഭുജി. ഓക്കെ, കൃഷ്ണ നരസിംഹ ഭഗവാൻ കൃഷ്ണന്റെ ജനനം തന്നെ അങ്ങനെയല്ലേ? കഴിഞ്ഞിട്ടില്ല. ഞാൻ വരാം, ഓരോന്നായിട്ട് വരാം. ഞാൻ വരുന്നു. സ്റ്റോപ്പ് പ്ലീസ്. എനിക്കറിയാം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് വരുണദേവൻ്റെ ലീലയെക്കുറിച്ച്, വരുണദേവൻ കൊണ്ടുവന്ന കാര്യവും ഗോവർദ്ധനവും കൂടെ കണക്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് സിറ്റുവേഷനിലും നന്ദമഹാരാജാണ് അവിടെ ചിന്തിക്കുന്നത് ശരിക്കും എൻ്റെ മകൻ ആരാണ് എന്നുള്ളത്. അപ്പോൾ ഗോവർദ്ധന ലീല കഴിഞ്ഞ് നന്ദമഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാവരും പറയും, ശരിക്കും അത്ഭുതമായി, അങ്ങയുടെ മകൻ സാധാരണ വ്യക്തിയല്ല, ശരിക്കും ഇനി ഭഗവാനാണോ അതോ ദേവതമാരാരെങ്കിലും ആണോ എന്നൊക്കെ പറയുന്നു അവർ. നന്ദമഹാരാജനും ഉറപ്പില്ല. അദ്ദേഹം പറയുന്നു ഒരുപക്ഷെ വിഷ്ണുവിൻ്റെ അംശമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം പറയുന്നു ദേവതമാരാരോ ആണ് എൻ്റെ മകനായിട്ട് അവതാരം എടുത്തിട്ടുള്ളത് എന്നും പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട്. വരുണദേവൻ്റെ കാര്യത്തിലും ആ ഒരു കേസിലും അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ചില സമയത്ത് നന്ദമഹാരാജാവിന് തോന്നുന്നുണ്ട്, ശരിയാണോ ഇനി, സാധാരണ ആർക്കും സാധിക്കുന്ന കാര്യമല്ല എൻ്റെ മകൻ ഇത്രയും ചെറിയൊരു കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അത്ഭുതമായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നന്ദമഹാരാജന് തോന്നുന്നുണ്ട്, മാതാജി പറഞ്ഞ പോലെ നന്ദമഹാരാജനൊരു ഫീലിങ്സ് വരുന്നുണ്ട്, ശരിയാണോ. പക്ഷെ എന്നാലും അതിന് പ്രൂഫില്ല. ഓക്കെ, അദ്ദേഹത്തെ ഒരു ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തെ രക്ഷിച്ചു കൊണ്ടുവന്നു എന്നുള്ളത്. എന്നാൽ നേരത്തെ വേറൊരു മാതാജി പറഞ്ഞ പോലെ യശോദറാണി വായിക്കകത്ത് ബ്രഹ്മാണ്ടങ്ങൾ കാണുമ്പോൾ അവിടെ ശരിക്കും യശോദറാണി ആദ്യം തോന്നുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ അതായത് വിശ്വം അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം മുഴുവനും, അല്ലെങ്കിൽ ഭൗതിക ലോകം മാത്രമല്ല, ക്രിയേഷൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, സൃഷ്ടിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ലീലയിൽ കൂടുതൽ വ്യക്തമാണ് അത് ഭഗവാനാണ് എന്നുള്ളത്. യശോദറാണിക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നു. പക്ഷേ നിമിഷത്തിൽ കുറച്ച് നേരം മാത്രം, അതിനുശേഷം സംഭവം മാറുന്നു. ഓക്കെ, ആ ലീലയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ട് വേറെ ആരോ എന്തോ പറഞ്ഞു, നരസിംഹാവതാരം. ബ്രഹ്മവിമോഹന ലീല പ്രഭു. ഭഗവാൻ ജനിക്കുമ്പോ ചതുർബാഹുവായിട്ട് ജനിച്ച് അവര് പിന്നെ ചതുർഭുജനായിട്ട് ജനിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു കുട്ടിയല്ല എന്നുള്ളത്. ശരിയാണ്. അതുകൊണ്ട് ദേവകി റാണിയും വസുദേവരും അവർ രണ്ടുപേരും നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. കാണുമ്പോൾ കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ രൂപം കണ്ടപ്പോൾ. കാര്യം വിഷ്ണുവിന് മാത്രമേ ഉണ്ടാവുള്ളൂ ചതുർഭുജ രൂപം എന്ന് അവർക്കറിയാം. ശരിയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഭഗവാനാണെന്ന് അവർക്ക് ബോധ്യം വന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ദേവകി റാണി പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു രൂപം കാണാൻ പറ്റുന്നില്ല, ബിക്കോസ് ഇതിനി കംസൻ കണ്ടാലും പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ട് സാധാരണ കുട്ടിയുടെ രൂപം മതി എന്ന് പറയുന്നു. എന്നിട്ടാണ് പിന്നെ അദ്ദേഹം രൂപം മാറുന്നത്, സാധാരണ നോർമൽ 2 കൈകളുള്ള കൃഷ്ണനായി മാറുന്നത്. ഓക്കെ, യെസ്. വേറെ പിന്നെ ഹരേ കൃഷ്ണ പ്രഭു, പിന്നെ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. വെരി ഗുഡ് എക്സാമ്പിൾ. അത് നല്ലൊരു എക്സാമ്പിളാണ്. അർജുനന് വിശ്വരൂപം കാണിക്കുന്നു അല്ലേ. ആ സമയത്ത് അർജുനനെല്ലാം കാണുന്നുണ്ട് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ആ വിശ്വരൂപത്തിൽ. അതായത് അനേക തലകൾ കാണുന്നു, അനേക കിരീടങ്ങൾ വെച്ച തലകൾ കാണുന്നു, ഒരുപാട് കണ്ണുകൾ കാണുന്നു. അതേപോലെ തന്നെ ഒരുപാട്
ദിവ്യമായിട്ടുള്ള ആഭരണങ്ങൾ കാണുന്നു, ഒരുപാട് ദിവ്യമായിട്ടുള്ള ആയുധങ്ങൾ കാണുന്നു. ഇതെല്ലാം വിശ്വം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഭഗവാന്റെ സൃഷ്ടി മുഴുവനും ഈ ഭൗതിക ലോകത്തിലെ എല്ലാം ഈ മാനിഫെസ്റ്റേഷൻ മുഴുവനും കാണുവാണ് ശരിക്കും. ദിവ്യമായിട്ടുള്ള ഗന്ധം ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ 1000 കണക്കിന് സൂര്യൻ ഒരുമിച്ച്, ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുമ്പോൾ ഉണ്ടാവുന്ന തേജസ്സാണ് അർജുനൻ കാണുന്നത്. ഇതെല്ലാം അർജുനൻ കണ്ടാകെ അത്ഭുതപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെയും അർജുനൻ ശരിക്കും ഇത് കണ്ടതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിത് മനസ്സിലാക്കിയിരുന്നില്ല, എനിക്കറിയുന്നുണ്ടായിരുന്നില്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. കാര്യം ഞാനിതൊന്നും അറിയാതെയാണ് അദ്ദേഹം പറയുന്ന സഖേതി മത്വ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജ്ഞാത മഹിമാനം തവേദം മയാ പ്രമാദത് പ്രണയേന വാപി. അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊന്നും അറിയാതെയാണ് ഞാൻ അങ്ങേ കൃഷ്ണ, യാദവ എന്നൊക്കെ പേര് വിളിച്ച് അങ്ങേ പേരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് അറിഞ്ഞിരുന്നില്ല അങ്ങയുടെ മഹത്വം, അങ്ങയുടെ പൊസിഷൻ ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ സുഹൃത്താണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ പലപ്പോഴും അങ്ങേ കളിയാക്കിയിട്ടുണ്ട്. പല സമയങ്ങളിലും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരേ കിടക്കയിൽ കിടന്നിട്ടുണ്ട്, പല തമാശകൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ചീത്ത പറയുന്ന പോലെ അല്ലെങ്കിൽ കളിയാക്കുന്ന പോലെയും സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതായത് ഒരു സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ പലപ്പോഴും എപ്പോഴും അങ്ങനെയാണ് പതിവ്. എന്നാൽ ഞാനിതറിഞ്ഞില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, അങ്ങ് ദയവ് ചെയ്ത് ക്ഷമിക്കണമേ എൻ്റെ എല്ലാ അപരാധങ്ങൾക്കും എന്ന് പറഞ്ഞ് അവിടെ തൃപ്പാദങ്ങളിൽ വീഴുന്നുണ്ട് അർജുനൻ. അതാണ്. സോ ഇതൊരു നല്ലൊരു എക്സാമ്പിളാണ്. വിശ്വം മുഴുവനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുക, അതായത് ഡയറക്റ്റ്ലി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളതിലൊക്കെ ലീലയുടെ ഭാഗമായിട്ട് അദ്ദേഹം രക്ഷിക്കുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നു, രക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല അസുരന്മാരെ നിഗ്രഹിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും ആ ഒരു പൊസിഷൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസിലാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. ഒന്ന് വിശ്വരൂപം കാണിക്കുന്നത്, സന്ദീപനി മഹർഷിന്റെ മകനെ കൊണ്ടുവരുന്നു, തിരിച്ചു കൊണ്ടുവരുന്നില്ലേ? ഓക്കെ. എനിക്ക് സന്തോഷമുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് കഥകൾ ഓർമ്മ വരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചോദിച്ചത്, നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് വർക്കാവാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളിൽ വരുന്നുണ്ട്, അത് പറയാതെ പറ്റുന്നില്ല. ക്ഷമയോടുകൂടി ഇരിക്കും, എല്ലാവർക്കും അവസരം കിട്ടുന്നതായിരിക്കും. ഉള്ളിലിങ്ങനെ ഒരുപാട് ലീലകൾ, ഒരുപാട് ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ കടന്നു വരുവാണ് അല്ലേ. ആക്ച്വലി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ. വെരി നൈസ്. സോ കുറേ എക്സാമ്പിൾസ് കിട്ടി നമുക്ക്. വിശ്വരൂപത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ യശോദറാണി ബ്രഹ്മാണ്ടം മുഴുവൻ കാണുന്നത് പറഞ്ഞു. അപ്പോൾ ഇതിൽ രണ്ടിൽ നിന്നും ആക്ച്വലി അഖില കോടി ബ്രഹ്മാണ്ട നായകൻ എന്നുള്ള ഒരു കാര്യം മനസ്സിലാവാൻ ക്ലിയർലി മനസ്സിലാക്കുന്നുണ്ട് ഈ രണ്ട് ലീലകളിലും. പക്ഷേ യശോദറാണിക്ക് അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞത് മാറുന്നു അല്ലേ. എനിവേ ബാക്കിയുള്ള കഥകൾ വേറെ ഏതൊക്കെയാണ് പറഞ്ഞത്? അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ കേട്ടിരുന്നു, ബ്രഹ്മവിമോഹൻ ലീല എന്ന് കേട്ടു. ശരിയാണ്, ബ്രഹ്മവിമോഹൻ ലീലയിലും ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല ബ്രഹ്മാവൻ. അതിനുശേഷം അദ്ദേഹം ബ്രഹ്മാവ് മനസ്സിലാക്കിക്കൊണ്ട് വന്ന സമയത്ത് ആക്ച്വലി ഇത് മനോഹരമായിട്ടുള്ളൊരു സെക്ഷനാണത്. അതിന് തൊട്ട് മുമ്പ് അഘാസുരൻ്റെ വധം കഴിഞ്ഞു. അഘാസുരനെ നിഗ്രഹിച്ചതിന് ശേഷം ദേവതമാരെല്ലാവരും കൂടിയിട്ട് ആഘോഷിക്കുകയാണ് അവിടെ. ആഘോഷമാണ്, കാര്യം പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു, അവർ ഡാൻസ് കളിക്കുന്നു ദേവതമാർ ഒരുപാട് സന്തോഷത്തിൽ. അഘാസുരനെ നിഗ്രഹിച്ചുകൊണ്ട് മാത്രമല്ല, അതിനുശേഷം അഘാസുരന് മുക്തിയും കൊടുക്കുന്നു. അവരുടെ മുമ്പിൽ വെച്ചാണ് അഘാസുരൻ ഭഗവാന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ദേവതമാർ കാണുന്നുണ്ട്. അവിടെ ആ സെക്ഷനിൽ പറയുന്നുണ്ട്, അഘാസുരന് വെറും സായുജ്യ മുക്തിയും കൂടിയല്ല കിട്ടിയിട്ടുള്ളത്, സാരൂപ്യ മുക്തി കിട്ടിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് സാരൂപ്യ മുക്തി കിട്ടിയെന്നാണ് അഘാസുരന് കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ദേവതമാർക്ക് അത്ഭുതമായി. അതുകൊണ്ട് ദേവതമാരെ ആഘോഷിക്കുമായിരുന്നു.
ആഘോഷിക്കുന്നു, ഒരുപാട് ഡാൻസ് കളിക്കുന്നു. അവിടെ മ്യൂസിക്കും ഡാൻസും കീർത്തനവും ഡാൻസും എല്ലാം, അതിൻ്റെ കൂട്ടത്തിൽ പുഷ്പങ്ങൾ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു പുഷ്പങ്ങൾ കൊണ്ട്. ഇതെല്ലാം ഈ ആഘോഷത്തിൻ്റെ ശബ്ദം ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിൽ നിന്ന് കേൾക്കുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല സീനിൽ. ദേവതമാർ, സ്വർഗ്ഗലോകങ്ങളിലുള്ള ദേവതമാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ബ്രഹ്മാവ് ഇരിക്കുന്ന ബ്രഹ്മലോകത്താണ്. ബ്രഹ്മാവ് അറിഞ്ഞിട്ടില്ല അത്. എന്നാൽ ഈ ആഘോഷങ്ങൾ നടക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവ് എന്തോ തോന്നി, ഇവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, എന്താണെന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം താഴോട്ട് വരുന്നതാണ്. ആ സമയത്ത് താഴോട്ട് വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ലീലയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അദ്ദേഹം വന്ന സമയത്ത് കൃഷ്ണൻ കൂട്ടുകാരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അഗാസുരൻ്റെ ലീല കഴിഞ്ഞ് ഉടനെ നടക്കുന്നതാണത്, ബ്രഹ്മവിമോഹൻ ലീല. അതേ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിന്നെ ബ്രഹ്മാവ് കൺഫ്യൂസ് ആവുന്നതും, ഇവിടെ ആഘോഷം നടക്കുന്നത് കേട്ടു, പക്ഷേ വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല. നോക്കുമ്പോൾ ഒരു കുട്ടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെയും സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് ആ കുട്ടി. നടുക്കിരിക്കുന്നു, മറ്റുള്ളവരെല്ലാം ചുറ്റിരിക്കുന്നു. ആരാണ്? ഇനി ഇതാണോ, ഇനി ഭഗവാനാണോ എന്നുള്ള സംശയങ്ങളൊക്കെ അദ്ദേഹത്തിന് വരുന്നു. പിന്നീട് ആ ലീല നടക്കുന്നു. ആ ലീല നടക്കുമ്പോൾ, നടന്നതിന് ശേഷം അപ്പോഴൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവില്ല. എല്ലാം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം കൃഷ്ണൻ്റെ എക്സ്പാൻഷൻസ് കണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഇത് സാധാരണ വ്യക്തിയല്ല എന്നുള്ളത്. അദ്ദേഹത്തിന് അപ്പോൾ ബോധ്യം വരുന്നുണ്ട് കാര്യം. പക്ഷെ ബ്രഹ്മാവ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അധികം പശുക്കളും ഇത്രയധികം കൂട്ടുകാരുമായിട്ട്, ഭഗവാന്റെ കൂട്ടുകാരുമായിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് ഭഗവാൻ, അല്ലേ, വിസ്തരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ രൂപത്തിലെല്ലാം വിഷ്ണുവിൻ്റെ രൂപമാണ് കാണുന്നത്. അതായത് ചുറ്റും, അതായത് അവിടെയുള്ള പശുക്കളെല്ലാം 4 കൈകളുള്ള വിഷ്ണു രൂപം അവരിൽ കാണുന്നു. എല്ലാവരിലും അദ്ദേഹം കാണുന്നു ഇതുപോലെ. അങ്ങനെ അദ്ദേഹത്തിനും മനസ്സിലായി കൃഷ്ണൻ ഭഗവാനാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തും അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് പിന്നെ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയുണ്ട്, കുറേ പ്രാർത്ഥനയുണ്ട്, അല്ലേ. മനോഹരമാണ് ആ സെക്ഷൻ. യെസ്. പിന്നെ വേറെ എന്താണുള്ളത്? ഗോവർദ്ധന ഉദ്ധാരണം പ്രഭുജി. ഗോവർദ്ധനം നമ്മൾ പറഞ്ഞു. നരസിംഹാവതാരം പറഞ്ഞു സ്വാമി. ഓക്കെ. നരസിംഹ, യെസ്. നളകൂപര മണിഗ്രീവന്മാരുടെ ശാപമോക്ഷം. ഓക്കെ. ചുരുക്കം പറഞ്ഞാൽ എല്ലാ ലീലകളും വരുന്നുണ്ടല്ലേ ഇതിനകത്ത്. അവിടെ ഗോവർദ്ധൻ പർവ്വതത്തിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗോവർദ്ധൻ ലീല നടന്നതിന് ശേഷം അത് അത്ഭുതമായിട്ടുള്ള ലീലയാണ്, ആർക്കും ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അതിൽ അവർക്ക് സംശയം തോന്നി, നന്ദമഹാരാജന് സംശയം തോന്നി എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് ഏതെങ്കിലും ദേവതമാർ അവതാരം എടുത്ത് വന്നിട്ടുള്ളതാണോ, എൻ്റെ മകനായിട്ട് വന്നിട്ടുള്ളതാണോ എന്നൊക്കെ അവതാരമല്ല, ദേവതമാർ എൻ്റെ മകനായിട്ട് ജനിച്ചിട്ടുള്ളതാണോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇടയിൽ പറയുന്നുണ്ട് വിഷ്ണു ആണോ എന്നുള്ള സംശയമുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ നരസിംഹാവതാരം, യെസ്, നരസിംഹാവതാരം ദേവതമാരെല്ലാവരും കാണുന്നു. എല്ലാവർക്കും അത്ഭുതകരമായിട്ടുള്ളൊരു രൂപത്തിലാണ് അദ്ദേഹം വരുന്നത്. ഇതുവരെ കാണാത്തൊരു രൂപം, അല്ലേ. അദ്ഭുത രൂപം. അതായത് അദൃശ്യ എന്ന് പറയുന്നത് ഇതേപോലൊരു രൂപം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, കണ്ടിട്ടില്ല ആരും എന്നാണ് പറയുന്നത് ആ ശ്ലോകത്തിൽ, ഭാഗവതത്തിൽ. അദ്ഭുത രൂപം, അദ്ഭുതം എന്നല്ല പറയുന്നത്, അദ്ഭുത രൂപമാണ് ഇദ്ദേഹം നരസിംഹദേവൻ്റെ. ആ രൂപം ഇത് മുമ്പും ആരും കണ്ടിട്ടില്ല. ദേവതമാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവിടെയും ശരി, ഓക്കെ, ഭഗവാന് മനസ്സിലാവുന്നു. പക്ഷേ ഭഗവാനാണെന്ന് ദേവതമാർക്ക് മനസ്സിലാവുന്നു. ഹിരണ്യകശിപുവിന് അപ്പോഴും വിഷ്ണു ആണോ ഒന്നും അദ്ദേഹത്തിന് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹം വരുന്നു, പിന്നെ അവർ തമ്മിലുള്ള യുദ്ധമാണ്, അവർ തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്. അതിനുശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. യെസ്, താങ്ക് യു. ഭഗവാൻ വിസ്തരിക്കുന്നില്ലേ പ്രഭു? നാരദ മഹർഷി വന്ന സമയത്ത് ദ്വാരകയില് ഭഗവാൻ റാണിമാരുടെ ഓരോ കൊട്ടാരത്തിലും ഭഗവാൻ വിസ്തരിക്കുന്നുണ്ടല്ലോ. യെസ്, ഓക്കെ. ശകടാസുരവധം, പൂതനാവധം. ഓക്കെ. കൃഷ്ണ ബുക്ക് എടുത്താൽ നമുക്കറിയാം അതിലെല്ലാ കഥകളും, അല്ലേ, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. ഓക്കെ. ഇവിടെ ദ്വാരകയിൽ
അതിനു മുമ്പ് സാന്ദീപനി മുനിയുടെ ഞാൻ കേട്ടിരുന്നു പറഞ്ഞത്, സാന്ദീപനി മുനിയുടെ മകനെ കൊണ്ടുവരുന്നത്. യെസ്, അവിടെയും അത്ഭുതം കാണിക്കുന്നു. സാന്ദീപനി മുനിക്ക് പക്ഷേ അദ്ദേഹം ഭഗവാനാണ് എന്നുള്ളൊരു അറിവോട് കൂടിയിട്ട് പറഞ്ഞതല്ല. അദ്ദേഹം പറയുന്നു, എന്താണ് ഗുരുവിന് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ആഗ്രഹമുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. എൻ്റെ മകനെ തിരിച്ചു വേണം, എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു. അത് നടത്തി കൊടുത്തു. കൃഷ്ണൻ സുഖമായിട്ട് സിമ്പിളായിട്ട് പോയി യമലോകത്തിൽ പോയി അദ്ദേഹത്തിന് മകനെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. സോ അത് സാധാരണ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അല്ലേ? അവിടെയും അദ്ദേഹം ചെയ്തിട്ടുള്ളത് ശരിയാണ്. പിന്നെ പറഞ്ഞത് ദ്വാരകയിൽ നാരദമുനി വന്ന സമയത്ത് അവിടെ നാരദമുനിക്കും അത്ഭുതമായി. കാര്യം ഓരോ കൊട്ടാരത്തിൽ കയറുമ്പോൾ കൃഷ്ണൻ അവിടെയുണ്ട്. ചില കൊട്ടാരത്തിൽ രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിൽ പോയപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വേറെ കൊട്ടാരത്തിൽ പോയപ്പോൾ അവർ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ കൊട്ടാരത്തിൽ പോയപ്പോൾ അവർ ഒരുമിച്ച് കൃഷ്ണൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ രാജ്ഞി സെർവ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പലതും കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ നാരദമുനിക്കും അത്ഭുതമായി അല്ലേ? അത്ഭുതമായി. അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ ആ ഒരു പൊസിഷൻ. ഓഫ് നാരദമുനിക്ക് അറിയാത്ത കാര്യമല്ല, പക്ഷെ എന്നാലും നാരദമുനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നും കൂടെ സന്തോഷമാണ്. കാര്യം എൻ്റെ പ്രിയപ്പെട്ട ഭഗവാൻ അദ്ദേഹം ദിവ്യമായിട്ടുള്ള ഒരുപാട് ലീലകൾ കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ശുദ്ധഭക്തർക്ക് ഒരുപാട് സന്തോഷമാണ്. യെസ്. പിന്നെ പൂതനാമോക്ഷം. പൂതനാമോക്ഷം ശകടാസുരന്റെ വധം. ഓക്കെ, പൂതനാമോക്ഷം ആവട്ടെ, ശകടാസുരനാവട്ടെ, വേറെ തൃണാവൃത്തി ആവട്ടെ, പ്രലംബാസുരനാവട്ടെ, ധേണുകാസുരനാവട്ടെ, അങ്ങനെയൊക്കെ ഒരുപാട് അസുരന്മാരുണ്ട്. ബക്കാസുരനാവട്ടെ, അതിലെല്ലാം അദ്ദേഹം ഭഗവാനാണെന്നുള്ളത് കൂട്ടുകാർക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? പൂതനാമോക്ഷത്തിലും ഒരിക്കലും അവർക്ക് തോന്നിയിട്ടില്ല. ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ ഉടനെ യശോദറാണിയും മറ്റുള്ള ഗോപസ്ത്രീകളും കൂടെ ചേർന്ന് അവർ കൃഷ്ണൻ്റെ ശരീരത്തിൽ ഗോമൂത്രവും ചാണകമൊക്കെ തേച്ചു കൊടുക്കുന്നു. അതിനുശേഷം വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, വിഷ്ണു നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് വിഷ്ണുവിനോട് പറയുവാണ് എൻ്റെ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെയായിരുന്നു അവർ ചെയ്തത്. സോ അവിടെ നടന്നിട്ടുള്ളത് അങ്ങനെ ഭഗവാന്റെ ഒരു ഭഗവാനാണ് എന്നുള്ളത് അവിടെ വേറെ രീതിയിൽ അവർക്ക് ആർക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ആക്ച്വലി അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല അദ്ദേഹം. പക്ഷെ എന്തോ അത്ഭുതമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട്, അത്രയും അവർക്ക് മനസ്സിലായുള്ളൂ. ഈവൻ തൃണാവർത്തൻ്റെ കഥയിലും കൃഷ്ണൻ തൃണാവർത്തൻ കൊണ്ടുപോകുമ്പോഴും അവസാനം തൃണാവർത്തൻ താഴെ മരിച്ചു വീഴുന്നതും അപ്പോഴും അവർക്കും പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. കൃഷ്ണൻ അതേപോലെയുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. എന്നാൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അതെല്ലാം യോഗമായ ശക്തിയിൽ, യോഗമായ കാരണം അതെല്ലാം മൂടി വെച്ചിരിക്കുകയാണ് ആക്ച്വലി. അതുകൊണ്ടാണ്. യെസ്, ഓക്കെ. യെസ്, വേറെ കൃഷ്ണ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് കുന്തി മാതാവും പിന്നെ ഭീഷ്മ പിതാമഹനും ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ് സ്തുതിക്കുന്നുണ്ടല്ലോ പ്രഭുജി. ഓക്കെ, യെസ്. കുന്തി മഹാറാണി കുന്തി സ്തുതിയുണ്ട്, അതേപോലെ ഭീഷ്മസ്തുതിയും. അവിടെ ചില ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഭഗവാൻ എന്നുള്ള രീതിയിൽ തന്നെ ഭഗവാനെ കൃഷ്ണനെ വിളിക്കുന്നുണ്ട് അല്ലേ? യെസ്. ദുർവാസവ മഹർഷി മറ്റേ പാണ്ഡവരെ കാണാൻ വന്ന സമയത്ത് ഭക്ഷണം ഭഗവാൻ ഒരു അന്നം കഴിച്ച സമയത്ത് അവർ വയറ് നിറഞ്ഞു. അക്ഷയപാത്രത്തിൻ്റെ കഥ അല്ലേ? യെസ്. സോ ഭഗവാൻ കഴിച്ചാൽ ബാക്കി എല്ലാവരുടെയും വയറ് നിറയുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? പരമാത്മാവായിട്ടുള്ള ഭഗവാൻ എല്ലാവരിലും ഉണ്ട് അല്ലേ? സോ ഭഗവാൻ അന്നം കഴിക്കുമ്പോൾ ചെറിയൊരു ഒരു ചോറിൻ്റെ ഒരു ചെറിയ ചോറല്ല എന്ന് തോന്നുന്നു, എന്തോ ഒരു കറിയുടെ ചെറിയൊരു ഒരു ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിക്കുമ്പോഴാണ് എല്ലാവരുടെ വയറ് നിറയുന്നത്. യെസ്, നല്ലൊരു സ്റ്റോറിയാണത്, നല്ല ലീലയാണ്. വേറെ എന്തെങ്കിലും? ചൈതന്യ മഹാപ്രഭു കാട്ടിയിട്ടില്ലേ പ്രഭു വിശ്വരൂപ ദർശനം? ചൈതന്യ മഹാപ്രഭു, യെസ്. ചൈതന്യ മഹാപ്രഭു
മഹാപ്രകാശലീല കാണിക്കുന്നുണ്ട്. മഹാപ്രകാശലീലയിൽ ഒരുപാട് ഭക്തർക്ക് അദ്ദേഹം ഒരുപാട് രൂപങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ രൂപം കാണിക്കുന്നുണ്ട്. ശ്രീരാമൻ്റെ ഭക്തൻ മുരാരി ഗുപ്തയ്ക്ക് ശ്രീരാമചന്ദ്രൻ്റെ രൂപം കാണിക്കുന്നു. അതേപോലെ വിഷ്ണുവിൻ്റെ രൂപം ശ്രീവാസ് ഠാക്കൂറിനെ കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് രൂപങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ഒരു ലീലയിലും കാണാം. അതേപോലെ തന്നെ വിശ്വരൂപമായിട്ടല്ല, ഇപ്പോൾ സർവവും ഭട്ടാചാര്യക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഷഡ്ഭുജ രൂപം. ഷഡ്ഭുജ എന്ന് പറഞ്ഞാൽ 6 കൈകളുള്ള രൂപം. അത് സർവം ഭട്ടാചാര്യക്ക് മാത്രം കിട്ടിയിട്ടുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു മെർസിയാണ്. കൃഷ്ണൻ്റെ 2 കൈകൾ, ശ്രീരാമചന്ദ്രൻ്റെ 2 കൈകൾ, മഹാപ്രഭുവിൻ്റെ 2 കൈകൾ. അപ്പോൾ കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴൽ, അതേപോലെ ശ്രീരാമചന്ദ്രൻ്റെ കൈകളിൽ അമ്പും അതേപോലെ വില്ലും, അതേപോലെ മഹാപ്രഭുവിൻ്റെ കയ്യിൽ എന്താണ് കമണ്ഡലു സന്യാസ ദണ്ഡ. അങ്ങനെ 6 ഷഡ്ഭുജ രൂപം കാണിക്കുന്നുണ്ട്. അതും അദ്ദേഹത്തിന് മാത്രം കാണിച്ചു കൊടുക്കുന്നതാണ് ആ ഒരു രൂപം. യെസ്, ഓക്കെ, വെരി ഗുഡ്. വേറെ ജഗായി മഗായിക്ക് അവിടെ സുദർശന ചക്രത്തെ എടുത്തിട്ട് ഭഗവാൻ കാണിക്കുന്നില്ലേ? ജഗായി മതായിയുടെ അവരെ നിത്യാനന്ദ പ്രഭുവിനെ ഉപദ്രവിക്കുമ്പോൾ അദ്ദേഹം സുദർശന ചക്രം എടുക്കുന്നുണ്ട്. ജഗായും മതായും അത് കണ്ടോ എന്നറിയില്ല. പക്ഷേ അവരെന്തായാലും പേടിച്ച് മഹാപ്രഭുവിൻ്റെ പാദങ്ങളിൽ, നിത്യാനന്ദ പ്രഭുവിൻ്റെ പാദങ്ങളിൽ കിടക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും നിത്യാനന്ദ പ്രഭു കണ്ടിട്ടുണ്ട് ഇദ്ദേഹം ഇവരുടെ കഥ തീർക്കാൻ പോവാണെന്നുള്ളത്. അങ്ങനെ മഹാപ്രഭുവിൻ്റെ കാൽ പിടിക്കുന്നു. നിത്യാനന്ദ പ്രഭു പറയുന്നു ചെയ്യരുതെന്ന് പറഞ്ഞ് പിന്നെ അവരോട് ക്ഷമിക്കുന്നു. അവർക്ക് കൃഷ്ണപ്രേമം കൊടുക്കുന്നു. വേറെ എന്ത് വേണം? യെസ്. പിന്നെ വില്യമംഗലം സ്വാമി, യെസ് പറയൂ. വില്യമംഗലം സ്വാമിക്കറിയും കൃഷ്ണന്. വില്യമംഗലം സ്വാമിക്ക് കൃഷ്ണൻ ഭഗവാനും വില്യമംഗലം സ്വാമിയും ഭയങ്കര നല്ല ഇതായിരുന്നല്ലോ. തീർച്ചയായിട്ടും വില്യമംഗല സ്വാമിയാരെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരില്ല. അതേപോലെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം, ഒരു സംശയമില്ല. ശുദ്ധഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷനാണ്. കാര്യം എന്തൊക്കെ നമ്മുടെ മുമ്പുള്ള കാര്യങ്ങൾ, നമ്മുടെ പാസ്റ്റ്, അതായത് നമ്മുടെ പഴയ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെയായിരുന്ന ആളാവട്ടെ, എന്ത് ചിന്താഗതിയുള്ള വ്യക്തികളാവട്ടെ, തമോ ഗുണമാവട്ടെ, രജോ ഗുണമാവട്ടെ, എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അങ്ങനെ എന്താണെങ്കിലും അതൊന്നും ഒരു തടസ്സമല്ല ഭക്തിയിൽ എന്നുള്ളത് തെളിയിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ. ഇങ്ങനെ ഒരു ലീലയിലൂടെ അദ്ദേഹത്തെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലീല ഭഗവാന്റെ സമ്മതത്തോടുകൂടി നടക്കുന്ന ലീലയാണ്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ നമ്മളൊരിക്കലും വേറെ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. പക്ഷേ എന്നാലും അത്ഭുതകരമായിട്ടുള്ളൊരു ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ. എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന, അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ഉത്തേജനമാണ് ശരിക്കും. ഇതുപോലെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഇതേപോലെ ഒരു അവസരം. അദ്ദേഹത്തിൻ്റെ പൊസിഷനും അങ്ങനെയാണ്. അദ്ദേഹം സാധാരണ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം അവതാരമെടുത്ത് വരുന്ന സമയത്ത് ബിലോമംഗലം ഠാക്കൂറിൻ്റെ കൃഷ്ണകർണാമൃതം എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷനൊന്ന് ആലോചിച്ച് നോക്കും. മഹാപ്രഭു കേട്ടുകൊണ്ടിരുന്ന 5 കൃതികൾ, അല്ലെങ്കിൽ 5 ഭക്തരിൽ നിന്നുള്ള ഭക്തരുടെ കവിതകളും അല്ലെങ്കിൽ ശ്ലോകങ്ങളും അദ്ദേഹം കേൾക്കാറുണ്ട്, ഗീതങ്ങൾ കേൾക്കാറുണ്ട്. അതിലൊന്ന് ബിലോമംഗല ഠാക്കൂറായിരുന്നു, ബിലോമംഗല സ്വാമിയാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃഷ്ണകർണാമൃതം വളരെ പ്രിയപ്പെട്ടതായിരുന്നു മഹാപ്രഭുവിന്. സോ അങ്ങനെ ഒരു വ്യക്തിയുടെ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത്, നമ്മൾ എപ്പോഴും നമുക്കുള്ളൊരു പ്രോബ്ലം ഇതാണ്. നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വിഷമിക്കുന്നു. അങ്ങനെയായിരുന്നു. ഓക്കെ, വിഷമിക്കുന്നത് നല്ലതാണ് ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു വിനയം വരും. ഇല്ലെങ്കിൽ എന്താ, നമ്മളെല്ലാം നല്ലതായിട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ ജന്മത്തിലെ കഥ മാത്രമേ നമുക്ക് അറിയുള്ളൂ.
ഈ ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ഇതിന് മുമ്പുള്ള ജന്മങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല, അല്ലേ? ആർക്കും അറിയില്ല പറഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ല, ഭഗവാൻ അറിയാം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് ഓർമ്മയുണ്ടാവില്ല. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, സംശയമൊന്നുമില്ല. എന്നാൽ ഈ ജന്മത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഞാൻ കാര്യമായിട്ടൊന്നും മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അങ്ങനെ മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ പോലെ യമനിയമങ്ങൾ തെറ്റിച്ചിട്ടില്ല, എല്ലാ നിയമങ്ങളല്ല, ചിലപ്പോൾ ഒരെണ്ണമൊക്കെ തെറ്റിച്ചിട്ടുണ്ടാവും, ബാക്കിയൊന്നും തെറ്റിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു ഫീലിങ്സ് നമുക്കുണ്ടാവും. പക്ഷേ നമ്മൾ ഓർക്കണം, ഏതെങ്കിലും ജന്മത്തിൽ ഡെഫിനറ്റ്ലി, അല്ലെ ഒരു ജന്മത്തിലല്ല പല ജന്മങ്ങളിലായിട്ട് നമ്മൾ തെറ്റിച്ചിട്ടുണ്ട്, ഓർമ്മയില്ല എന്ന് മാത്രം. ബിലോമംഗലം ഠാക്കൂറിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാം, അതൊരു ക്രൈറ്റീരിയ അല്ല എന്നുള്ളത്. കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറുന്നത് തന്നെ അത്ഭുതമാണ് ശരിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്ന സ്റ്റോറിയാണ്. ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്ത് അദ്ദേഹം എന്നും പോകാറുണ്ട്. അപ്പോൾ ചിന്താമണി ഒരു വേശ്യാസ്ത്രീ ആയിരുന്നു, പക്ഷേ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ത്രീയാണ്, സാധാരണ ഒരു സ്ത്രീയല്ല. അങ്ങനെ കേട്ടിട്ടുണ്ട് ഈ കഥ. വീണ്ടും അത് ബിലോമംഗലം ഠാക്കൂറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു. കാര്യം എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹോപ്പ് തരുന്ന ഒരു കഥയാണ്, ചരിത്രമാണ്, സംശയമില്ല ആ കാര്യത്തിൽ. അദ്ദേഹം അച്ഛൻ മരിച്ച സമയത്ത് കർമ്മങ്ങൾ ചെയ്യാതെ ഓടിപ്പോകുന്നു ഈ ചിന്താമണിയുടെ അടുത്തേക്ക്. അന്നത്തെ ദിവസം വലിയ മഴയാണ്, ഒരുപാട് മഴ, നദിയെല്ലാം കവിഞ്ഞ് ഒഴുകുന്നു, അവിടെ കൊടുങ്കാറ്റുണ്ട്. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം അവിടെ പോകുന്നത്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പോകുമ്പോൾ നദി ക്രോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ശവശരീരത്തിൽ പിടിച്ചുകൊണ്ടൊക്കെയാണ് ക്രോസ് ചെയ്യുന്നത്. കാര്യം എങ്ങനെയെങ്കിലും അക്കരയിലെത്തണം, അത്രമാത്രമേ അദ്ദേഹത്തിന് ചിന്തയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിനുശേഷം പറയുന്നു, അദ്ദേഹം മതിൽ ചാടുന്ന സമയത്ത് അവിടെ കയറാണെന്ന് വിചാരിച്ച് ഉപയോഗിച്ചത് പാമ്പിനെയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം വീട്ടിലേക്ക് കയറുന്നത്. എന്നിട്ടാണ് ഓട് പൊളിച്ച് അകത്തോട്ട് കയറുന്നത്. അകത്ത് വന്ന സമയത്ത് ഉടനെ ചിന്താമണി ചോദിക്കുന്നു, ഇത്രയും കഷ്ടപ്പെട്ട്, ഇത്രയും ബുദ്ധിമുട്ടി, ഇത്രയും മഴയുള്ള സമയത്ത്, കൊടുങ്കാറ്റുള്ള സമയത്ത് നിങ്ങളിവിടെ എങ്ങനെ എത്തി? നിങ്ങളിങ്ങനെ ഇവിടെ എത്തിയത് എങ്ങനെയാണ്? ഈ ഒരു ഉത്സാഹം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭഗവാന്റെ അടുത്തോട്ട് തിരിച്ചുകൂടാ? അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് അത് ഒരു വാക്ക് ചോദിച്ചേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കും. ആ സമയത്ത് ബിലോമംഗലം ഠാക്കൂറിൻ്റെ ഉള്ളിൽ ചിന്തകൾ വരുന്നു. മാത്രമല്ല, ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം കൃഷ്ണകർണാമൃതം എന്ന് പറയുന്ന ഒരു കാവ്യത്തിന് ഭാവാർത്ഥം എഴുതിയിട്ടുണ്ട്. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ആക്ച്വലി അന്നത്തെ ദിവസം രാത്രിയിൽ ബിലോമംഗലം ഠാക്കൂറിന് ചിന്താമണി ഭാഗവതത്തിലെ രാസപഞ്ചാധ്യായം, പ്രധാനപ്പെട്ട 5 അധ്യായങ്ങളുണ്ട് ദശമസ്കന്ധത്തിൽ, രാസലീലയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള അധ്യായങ്ങളൊക്കെ. ഇത് അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. ആരാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്? ചിന്താമണി. ഭാഗവതം ക്ലാസ് എടുക്കുന്നു രാത്രിയിൽ. ബിലോമംഗലം ഠാക്കൂർ അത് കേൾക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് വീണ്ടും ഇൻസ്പിറേഷൻ ആവുന്നത്. എല്ലാം ഉപേക്ഷിച്ച് നേരെ സോമഗിരി എന്ന് പറയുന്ന ഗുരുവിനെ കാണുന്നതും അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ എടുക്കുന്നതും സന്യാസമെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് യാത്രയാവുന്നു. വൃന്ദാവനത്തിലേക്ക് യാത്രയാവുന്ന സമയത്തും അദ്ദേഹത്തിന് ചെറിയൊരു പാളിച്ച പറ്റാൻ പോയി. പക്ഷേ ആ സമയത്ത് ഭഗവാൻ വീണ്ടും വന്ന് രക്ഷിച്ചു. അല്ലേ? പോകുന്ന സമയത്തൊരു സ്ത്രീയെ കണ്ട് വീണ്ടും ആകർഷണം തോന്നി അദ്ദേഹത്തിന്. എന്നാൽ അദ്ദേഹത്തിന് തോന്നിയ ആകർഷണം വീട്ടിലേക്ക് പോയി. പക്ഷേ ഉടനെ തന്നെ ആ സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് തലയിൽ കുത്തുന്ന സ്ലേഡ് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നു, കണ്ണുകുത്തി പൊട്ടിച്ചു. സ്വന്തം കണ്ണുകുത്തി പൊട്ടിച്ച് പറഞ്ഞു, ഈ കണ്ണുകളാണ് എന്നെ വഴിതെറ്റിക്കുന്നത്, എനിക്കിനി ഈ കണ്ണ് വേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിനൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പിന്നീട് കൃഷ്ണൻ നേരിട്ടാണ് അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. കൃഷ്ണൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി കൃഷ്ണൻ തന്നെയാണ്. അതാണ് ബിലോമംഗലം ഠാക്കൂർ. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താ പറയുക, ഒന്നും പറയാനില്ല.
ശുദ്ധഭക്തനാണ് അദ്ദേഹം. ഓക്കെ, സോ ആ ലീലയിൽ ബില്ലുമംഗല ടാക്കൂറിന് അത് ഫീൽ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ബാക്കി ആളുകൾ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. യെസ്, വേറെ കഥകൾ? ഇന്നത്തെ ദിവസം ഭഗവാന്റെ ഒരുപാട് ലീലകൾ നമ്മൾ ഓർക്കുന്നു. ആക്ച്വലി വെരി നല്ലൊരു സന്തോഷം തോന്നുന്നു ആക്ച്വലി. കാര്യം ഒരുപാട് ലീലകളുണ്ട് ഭഗവാന്. അതെല്ലാം നമുക്ക് ഒരുമിച്ച് കുറച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ അത് ഒരുപാട് സന്തോഷം നമുക്ക് തരുന്നു അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പറയാം? ഹരേ കൃഷ്ണ. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദി മാധവ് പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചപ്പോ ഭഗവാൻ വസ്ത്രം കൊടുത്ത് സഹായിച്ചില്ലേ? ഭഗവാൻ വസ്ത്രരൂപത്തിൽ അവതരിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ. അദ്ദേഹത്തിൻ്റെ ഒരു അവതാരമായിട്ട് കണക്കാക്കും. സാരിയായിട്ട് അദ്ദേഹം അവതരിക്കുന്നു. ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ഇന്നത്തെ ചോദ്യം ഇതൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ഒരുപാട് ലീലകൾ നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ളൊരു ലീലകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഉണ്ടായിട്ടുള്ളത്? ആക്ച്വലി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് ഉണ്ടായിരുന്നത്, ഒന്ന് യശോദറാണി കാണുന്നത്, വയൽ കാണുന്നത്, രണ്ട് വിശ്വരൂപം കാണിക്കുന്നതും. കാര്യം ബ്രഹ്മാണ്ടം മുഴുവനും കാണുന്നത് അവിടെ നമുക്ക് ക്ലിയറാണ്. ബാക്കിയുള്ളതൊക്കെ ഡെഫിനറ്റ്ലി ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും. എന്നാലും അതായിരുന്നു ഉദ്ദേശിച്ചത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങളെല്ലാവരും മഹാകാരുണ്യം ആക്ച്വലി ഭഗവാന്റെ ലീലകൾ, കൃഷ്ണ ലീലകൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തു. അത് ഒരു തരത്തിൽ നന്നായി. നമുക്കെല്ലാവർക്കും വീണ്ടും കൃഷ്ണലീലകൾ ഓർക്കാനുള്ളൊരു അവസരം കിട്ടി അല്ലേ? പല ലീലകളും ഒരുമിച്ച് ഓർക്കാനുള്ളൊരു ചാൻസാണ് നമുക്ക് കിട്ടിയത്. താങ്ക് യു സോ മച്ച്. യെസ്, ഇനിയിപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ഇനിയും ബാക്കി ഏതെങ്കിലും ലീലകൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. വാമനാവതാരല്ലേ പ്രഭു? ഈ സമന്തകത്തിന്റെ കഥ ഇതിനകത്ത് വരുന്നതാണോ പ്രഭു? സമന്തകം, സത്രജിത്ത്. ഓക്കെ, അവിടെ അതൊരു ഒരു ലീലയാണ്, സംശയമില്ല. അവിടെ പക്ഷെ ഭഗവാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനൊന്നും കാണിക്കുന്നില്ല. അദ്ദേഹം അവിടെ പോയി സമന്തകം തിരിച്ച് വാങ്ങിക്കുന്നു അദ്ദേഹം, ശരിയാണ്. വൺ ഓഫ് ദി ലീല ഭഗവാന്റെ അല്ലേ? എന്നാലും അതൊരു നല്ലൊരു ലീലയാണ്. സമന്തക ലീലയും സമന്തക മണി കൊണ്ടുവരുന്നതും ആക്ച്വലി നല്ലൊരു സെക്ഷനാണ് അത് ആക്ച്വലി. താങ്ക് യു പ്രഭു. ആ ഒരു ലീല മോശമായിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു പ്രഭു. ഭഗവാന് ആകെ ഉണ്ടായിരുന്ന അപരാധം എന്ന് പറഞ്ഞാൽ സത്രജിത്തിൽ നിന്നാണ്. അവസാനം സത്രജിത്തിന് മനസ്സിലാകുന്നുണ്ട് ഇത് ശരിക്കും സാധാരണ വ്യക്തിയല്ല, ശരിക്കും ദിവ്യപുരുഷനാണെന്ന് മനസ്സിലായിട്ടാണ് പിന്നെ സത്രാജിത്ത് ആ സമന്തകം ഭഗവാൻ ഏൽപ്പിക്കുന്നത്. സമന്തകം മണി ഭഗവാൻ ഏറ്റെടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പൂർണ്ണ മനസ്സോടുകൂടിയല്ല ഈ മണി സത്രാജിത്ത് ഭഗവാന് നൽകുന്നതെന്ന് ഭഗവാൻ അറിയാം. അങ്ങനെ അത് ഏറ്റെടുക്കുന്നില്ല. സത്രാജിത്തിന് തിരിച്ചു കൊട്ടാരത്തിൽ വെക്കാൻ, രാജാവിന് കൊട്ടാരത്തിൽ കൊണ്ട് കൊടുക്കാൻ പറയുന്നു. എന്നിട്ട് പിന്നെ സത്രാജിത്ത് കേൾക്കാത്തത് കാരണം ആ മണി ഭഗവാൻ തിരിച്ചു വാങ്ങിക്കുന്നില്ല. കറക്റ്റ്. അതെ പ്രഭു, താങ്ക് യു. വേറെ ആരും എന്തോ പറഞ്ഞു, ഞാൻ കേട്ടില്ല. കുറൂരമ്മയുടെ കൂടെ കൃഷ്ണൻ കുട്ടിയായിട്ട് കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നില്ലേ പ്രഭുജി? കുറൂർ, യെസ്, കുറൂരമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഗുരുവായൂർ കഥകൾ, ഗുരുവായൂർ ലീലകളാണ് അതെല്ലാം. താങ്ക് യു മാതാജി. ഓക്കെ, ഫൈനൽ എന്തെങ്കിലും ഭഗവാന്റെ വാമന രൂപാവതാരം പ്രഭു? വാമനരൂപം ഓക്കെ. വാമനരൂപത്തിലും ആക്ച്വലി യെസ്, വാമനരൂപം കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു ലീലയുടെ നമ്മുടെ ചർച്ചയുടെ ഭാഗമായിട്ട് മതഃ പരതരം നാന്യത്തായിട്ട് കണക്ട് ചെയ്യാൻ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം 3 അടിയിൽ ലോകം മുഴുവനും എടുക്കുന്നു, അല്ലെങ്കിൽ ക്രിയേഷൻ മുഴുവനും വരുന്നു അല്ലേ? അപ്പോൾ അത് ആക്ച്വലി ബലി മഹാരാജ് കാണുന്നുണ്ട്, ശുക്രാചാര്യൻ കാണുന്നുണ്ട്.
അവർക്ക് അത്ഭുതമായി രണ്ടുപേർക്കും. യെസ്, താങ്ക് യു മാതാജി. വേറെ കൃഷ്ണ പ്രഭു അക്രൂരരും മധുരയ്ക്ക് കൊണ്ടുപോയില്ലേ കൃഷ്ണ ബലരാമന്മാരെ? അപ്പോ ഇടയ്ക്ക് വെച്ചിട്ട് വെള്ളത്തില് അവിടെയും കൃഷ്ണനെ കാണും, ഇവിടെയും കൃഷ്ണ വെള്ളത്തിലും കാണും. അപ്പോ ആ ഫീല് വരുന്നില്ലേ അക്രൂരർക്ക്? അക്രൂരൻ കാണുന്നു, ശരി. അന്ന് അത് അവര് രഥത്തിലിരിക്കുന്നുണ്ട്, അക്രൂരൻ പോയി കുളിക്കുന്ന സമയത്ത് അവിടെയും കാണുന്നു, ഭഗവാനെ കാണുന്നുണ്ട്. ശരിയാണ്. താങ്ക് യു മാതാജി. രാജീവ് പ്രഭു എന്താ പറഞ്ഞത്? മേൽപ്പത്തൂര് വാതരോഗ നിവാരണത്തിന് വേണ്ടി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അതില്ലേ ഗുരുജി? തീർച്ചയായിട്ടും. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം ഇതേപോലെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ശുദ്ധഭക്തനാണ്. ഭഗവാൻ നേരിട്ട് ഭഗവാനോട് ആക്ച്വലി നാരായണീയം വളരെ സ്പെഷ്യലാണ്. ആക്ച്വലി അതേപോലൊരു കൃതി വേറെ ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കോമ്പോസിഷനാണ് അദ്ദേഹത്തിൻ്റെ, സംശയമില്ലാത്ത കാര്യമാണ്. ഭഗവാനോട് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. സോ വെരി ബ്യൂട്ടിഫുൾ. അവിടെയും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വാദം മാറ്റി കൊടുക്കുന്നു. മാത്രമല്ല ആക്ച്വലി അദ്ദേഹത്തെ കൊണ്ട് നാരായണീയം എഴുതിപ്പിക്കാനുള്ള ആ ഒരു പ്രചോദനം കൊടുക്കുന്ന ഭഗവാനാണ്, അല്ലേ? ഭഗവാൻ പറയുന്നു, അത് എഴുതാൻ പറയുന്നു. ആക്ച്വലി അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. വാദം വരുന്നതൊക്കെ അതിൻ്റെ പുറകിലുള്ള കഥകൾ മാത്രം, പുറകിലുള്ള കാര്യങ്ങൾ മാത്രം. എന്നാൽ നാരായണീയം പോലുള്ള മഹത്തായിട്ടുള്ളൊരു കൃതി അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അദ്ദേഹത്തെ ഇങ്ങനെ കുറച്ച് സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നു. പക്ഷെ ഔട്ട്പുട്ട് എന്തായി? അത്ഭുതകരം. താങ്ക് യു രാജീവ് പ്രഭു. അങ്ങനെ പൂന്താനം കൃഷ്ണനെ അടുത്ത് വരുന്നില്ലായിരുന്നോ? അത് എനിക്കറിയാം. കുറൂരമ്മയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നാരായണ ഭട്ടതിരിപ്പാട് വരും. ശ്രീമദ് നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്താനം തിരുമേനി വരും. തീർച്ചയായിട്ടും പൂന്താനം തിരുമേനിക്കും നേരിട്ട് വൈകുണ്ഠ വിമാനം വന്ന്, അല്ലേ? വൈകുണ്ഠ വിമാനം വന്ന് കൊണ്ടുപോകുന്നത് കണ്ടവരുണ്ട്. അപ്പോഴോ? അതെ, അവരുടെ ജോലി ചെയ്യുന്നവര് അവര് കൂടെ പോയെന്ന് പറയുന്നു. എനിക്കറിയില്ല. എന്താണെങ്കിലും കണ്ടവരുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, ഇനി എന്തെങ്കിലും ലീലകൾ ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും? കുറേയുണ്ട് ലീലകൾ, നോക്കുവാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ സമയമില്ല നമുക്ക്. ഇതെല്ലാം എന്നാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലീലകളൊക്കെ നമുക്ക് കേൾക്കാനും വായിക്കുവാനും ഓർക്കുവാനും സാധിക്കുക, ചർച്ച ചെയ്യാനും സാധിക്കുക എന്നുള്ളത് അറിയില്ല. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലീലകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഒരു ലീല, അടുത്ത ദിവസം അടുത്ത ലീല, അങ്ങനെ. അല്ലെങ്കിൽ ഒരു ദിവസമല്ല, മൾട്ടിപ്പിൾ ദിവസങ്ങൾ ഒരു ലീല, ഡിപ്പെൻഡിങ് അതിൻ്റെ ലീലയുടെ ഒരു ഡീറ്റെയിൽസ് അനുസരിച്ച്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കൊരവസരം കിട്ടുന്നതായിരിക്കും. പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. കാര്യം ജീവിതം, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ടാണ്. കുറച്ച് കാലമേ ഉള്ളൂ, അധികം കാലമൊന്നും ഇല്ല ഇനി. എല്ലാവർക്കും ആർക്കും എന്തും സംഭവിക്കാം. സമയമില്ല നമ്മുടെ കയ്യിൽ. ഉള്ള സമയം കൃഷ്ണകഥ കേൾക്കാനും കൃഷ്ണനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും അതേപോലെ തന്നെ നാമം ജപിക്കുവാനും വേണ്ടി മാത്രമായി മാറ്റണം നമ്മൾ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് വിജയം. അതാണ് തീർച്ചയായിട്ടും. ഞായറാഴ്ചകളിൽ നടക്കുന്ന കൃഷ്ണകഥാമൃതം എല്ലാ ദിവസവും എന്നാണ് വരാൻ പോകുന്നത്? കൃഷ്ണകഥാമൃതം, ഭഗവാൻ കൃഷ്ണൻ്റെ ഹരികഥ അമൃത് എല്ലാ ദിവസവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്നായിരിക്കും അറിയില്ല. ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ സംഭവിക്കും. സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കും. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ, ഇന്നെന്തായാലും നല്ലൊരു ചർച്ചയായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാര്യം നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇന്നത്തെ ദിവസം. മാത്രമല്ല ഭഗവാൻ കൃഷ്ണൻ്റെ ഒരുപാട് ലീലകൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് സ്പർശിച്ചു, അല്ലേ? അത് തന്നെ വലിയൊരു കാര്യം. ബിക്കോസ് അത് ഓർക്കാൻ നമുക്ക് സാധിച്ചല്ലോ. എല്ലാവരും ഒരാൾ പറഞ്ഞത് പറയാതിരിക്കാൻ വേണ്ടി വേറെ ലീല ചിന്തിക്കുന്നു, അല്ലേ?
സോ അത് നല്ലൊരു ആക്ടിവിറ്റിയായി, നല്ലൊരു ബ്രെയിനിന് നല്ലൊരു പണിയാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ അത് ബ്രെയിൻ മാത്രമല്ല, ആക്ച്വലി നമ്മുടെ ഹൃദയത്തിലാണ് ഈ ലീലകളൊക്കെ ഉള്ളത്, അല്ലാതെ തലയിലല്ല, ഹൃദയത്തിലാണ്. സോ അത് പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. താങ്ക് യു, എല്ലാവരോടും നന്ദി പറയുന്നു. ബാക്കി അടുത്ത ശ്ലോകമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ജ്ഞാനയോഗത്തിൻ്റെ 2ാമത്തെ ശ്ലോകം. താങ്ക് യു. പഞ്ചകൽപ്പത്തരുണാസ്യ കൃപാ സിന്ധു ഉപയോഗിച്ച പതിതാന പാവനേഭ്യ വൈഷ്ണവ ശീല പ്രഭുപാദ കി ജയ, ഗുരുദേവ കി ജയ. താങ്ക് യു.